വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2025 ബാച്ചിന്റെ എക്സാം നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സെമസ്റ്റർ എക്സാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സാം ഇനി എന്നാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ വൈസ് എക്സാം, അതായത് സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാം ഡേറ്റ് നമുക്ക് 2 എക്സാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയും സോഷ്യൽ ഫോർമേഷൻ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പേപ്പറിന്റെ എക്സാംസ് ആയിരുന്നു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 27-ാം തീയതി നടക്കാനിരുന്ന എക്സാം ആയിരുന്നു മാറ്റിയിട്ടുണ്ടായിരുന്നത്. 27-28 ദിവസങ്ങളിൽ നടക്കാനിരുന്ന എക്സാം ആയിരുന്നു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുതുക്കിയ തീയതിയാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റ് എന്നാ വരുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് 2 ദിവസങ്ങളിലാണ് എക്സാം വരുന്നത്. സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഒഴിവുള്ള ദിവസം തന്നെ ആയിട്ടാണ് ഈ ഒരു സൺഡേ സാറ്റർഡേ ദിവസങ്ങളിൽ നമുക്ക് മെയിനായിട്ടും STOയുടെ എക്സാംസ് ഈ ഒരു ടൈമിലാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ 26/7/26 നമുക്കൊരു എക്സാം വരുന്നത്. അതിനുശേഷം പിന്നെ മറ്റൊരു എക്സാം വരുന്നത് 1/8/2026 അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് നമുക്ക് പഠിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം മാക്സിമം ഈ ഒരു ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ വേണ്ടി സാധിക്കും. അതുപോലെ 26/7/2026 നടക്കാനുള്ള എക്സാം എന്ന് പറയുന്നത് മാറ്റിവെച്ച എക്സാമുകളാണ്. 26/7/2026 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയാണ് നമുക്ക് പേപ്പർ വരുന്നത്. അതുപോലെ തന്നെ 1/8/2026 സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പോൾ ഈ ഒരു 2 എക്സാമിന്റെ ടൈമും നമുക്ക് സെയിം തന്നെയാണ്. മോർണിംഗിൽ തന്നെയാണ് എക്സാം. നോർമലി നമുക്ക് എക്സാം നടക്കുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ടൈം കിട്ടുന്നുണ്ട്. മാക്സിമം ഈ ഒരു ടൈമൊക്കെ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. അപ്പം നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റിൽ ഇനി മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. ഇനി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്